Hi students. So, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു നല്ലൊരു പോർഷൻ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ചാപ്റ്റർ ആണ് ഫോർത്ത് ചാപ്റ്റർ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി ചാപ്റ്ററിലോട്ട് കിടക്കാം. ഓക്കെ, യെസ്. എന്താണ് ഫസ്റ്റ്? അപ്പോൾ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലെ, അക്കൗണ്ടിങ് ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, സോ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ? ആക്ടിവിറ്റീസ് വിച്ച് ആർ ഇൻ ക്യാഷ് ടേംസ് ആർ കോൾഡ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഇവിടെ ക്യാഷിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ക്യാഷിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാഷുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിനെയും എന്ത് ഇവന്റിനെയും നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ പറയാം. നമ്മൾ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ വിൽക്കുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, എന്ത് പൈസ ആയിട്ട് റിലേറ്റഡ് എനിത്തിങ് അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയും. ഓക്കെ, യു ആൾസോ ഫൈൻഡ് എവറി ട്രാൻസാക്ഷൻ, ഓരോ ട്രാൻസാക്ഷനും ഹി ഓർ ഷീ മേക്സ് യൂസ് ഓഫ് ഡോക്യുമെന്റ്സ്. എല്ലാത്തിനും ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും അല്ലെ, അതിന് നമ്മൾ ബിൽസ് എന്ന് പറയും, അല്ലെങ്കിൽ ക്യാഷ് മെമോസ് എന്ന് പറയും, അല്ലെങ്കിൽ റെസിപ്റ്റ് എന്ന് പറയും. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ വഴിയെ പറയും. എന്തായാലും ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രൂഫ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു എവിഡൻസ് ഉണ്ടാവും, ഒരു തെളിവാണ്, അല്ലെങ്കിൽ അതിനൊരു ഡോക്യുമെന്റ്. എവറിഥിങ് ഹാവ് ടു ബി ഡോക്യുമെന്റ്. നമ്മളൊരു പെട്ടിപ്പിടി എന്ന് പറയുമ്പോൾ സാധാരണ ഡോക്യുമെന്റ് ഇല്ലെങ്കിലും ഒരു ബിസിനസിനെ സംബന്ധിച്ചോളം എന്ത് ചെയ്യണം എന്നാണ്, ഡോക്യുമെന്റ് ചെയ്യണം എന്നുള്ളത്. സോ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇതാണ് അടുത്ത് നോക്കുന്നത്. എന്താണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് വൺ എന്താണ്, explain the meaning of sources document and accounting vouchers. എന്താണ് സോഴ്സ് ഡോക്യുമെന്റും അതുപോലെ തന്നെ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. എക്സ്പ്ലെയിൻ ദ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ്. എങ്ങനെയാണ് ഒരു അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് അക്കൗണ്ടിങ് ഇക്വേഷൻ. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞത്. എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഓൺ ദ അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷനിൽ എങ്ങനെയാണ് എഫക്റ്റ് വരുന്നത്. എക്സ്പ്ലെയിൻ ദ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് റൂൾസ്. എക്സ്പ്ലെയിൻ ദ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. എക്സ്പ്ലെയിൻ ദ ഡബിൾ എൻട്രി മെക്കാനിസം. സോ നമ്മുടെ ഒരു മേജർ പോർഷൻ എങ്ങനെയാണ് ഇനി റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യെസ്. സോ ഫസ്റ്റ് ടോപ്പിക്, സോഴ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ്. എന്താണ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്ത് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ, അക്കൗണ്ടിങ് പ്രോസസ് ബിഗിൻ തുടങ്ങുന്നത് വിത്ത് ഒറിജിൻ ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ അനാലിസിസ് ഓഫ് സച്ച് ട്രാൻസാക്ഷൻ. ആദ്യം റെക്കോർഡ് ചെയ്യണമെങ്കിൽ ട്രാൻസാക്ഷൻസ് ആരംഭിക്കും. ട്രാൻസാക്ഷൻസ് എന്താന്ന് പറഞ്ഞു, ക്യാഷ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എനി ഇവന്റിനെ നമ്മൾ അതിനെ ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. ആ ട്രാൻസാക്ഷനെ ഫസ്റ്റ് ആ ട്രാൻസാക്ഷൻ നടക്കാം, എന്നിട്ടാണല്ലോ റെക്കോർഡിംഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു. ഓക്കെ, എക്സ്ചേഞ്ച് ഓഫ് വാല്യൂസ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. ഈ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്ചേഞ്ച് ഓഫ് വാല്യൂസ്. വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മൂല്യം. രണ്ടാൾക്കാർ, ഇപ്പൊ സപ്പോസ് ഒരു എ ഉണ്ട്, ബി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, എയും ബി എന്ന്. ഇപ്പൊ നമ്മൾ സപ്പോസ് ഒരു സെയില് കച്ചവടം ചെയ്യാം, നമ്മൾ സാധനം വിറ്റു. അപ്പൊ ഉണ്ടാവും നമ്മൾ ഇവർക്ക് ഗുഡ്സ് കൊടുക്കുന്നു, അവരതിന് പകരം ക്യാഷ് നമുക്ക് തരുന്നു. അല്ലെങ്കിൽ നമ്മളൊരു സാധനം മേടിക്കാം, അപ്പൊ അവര് നമുക്കൊരു സാധനം തരുന്നു, നമ്മൾ അതിന് പകരമായിട്ട് പൈസ കൊടുക്കും. മനസ്സിലായി? അതാണ്. അപ്പൊ ബിസിനസ് ട്രാൻസാക്ഷൻ എന്താ, പരസ്പരം മിനിമം രണ്ടാൾക്കാർ തമ്മിൽ പരസ്പരം വാല്യൂസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ബിസിനസ് ട്രാൻസാക്ഷൻ എന്നും പറയാം. ഓക്കെ, അതിൽ എന്ത് ഇൻവോൾവ് ആയിരിക്കും, ക്യാഷ് ഇൻവോൾവ്. ഓക്കെ, അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നു. ഓക്കെ, നോക്കടാ. വെൻ ദ സൈസ് ഓഫ് കമ്പ്യൂട്ടർ, സപ്പോസ് നമ്മൾ കമ്പ്യൂട്ടർ മേടിക്കാച്ചാൽ അവർ കമ്പ്യൂട്ടർ നമുക്ക് തരുന്നു, നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കും. ഉണ്ടോ, ക്യാഷ് ഇൻവോൾവ് ആവുന്നില്ല, അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, യെസ്. ഇനി ദ ബിസിനസ് ട്രാൻസാക്ഷൻ ആർ എക്സ്ചേഞ്ച് ഓഫ് ദ വേറൊരു ഡെഫിനിഷൻ പറയുന്നു. ദ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. എപ്പോഴും ഗുഡ്സ് ആണെന്നുണ്ടല്ലോ. ഇവിടെ അക്ഷയ് പോയിട്ട് നമുക്ക് നല്ല ഗുഡ്സും കിട്ടുന്നുണ്ടോ, ഇല്ല. അവിടെ സർവീസ് കൊടുക്കണം, ആ സർവീസും തന്നെയാണ് ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ ഒന്നല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ്, രണ്ടാണെങ്കിലും എന്തായിട്ട് കൺസിഡർ ചെയ്യുക. അവിടെ എന്തിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും, ക്യാഷിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. ക്യാഷിന്റെ ഇൻവോൾവ്മെന്റ് വരുന്നതുകൊണ്ട് അത് എന്താണ് പറയുന്നത്, അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ടു പാർട്ടീസ്, എത്ര മിനിമം 2 പാർട്ടീസ് വേണം. ആൻഡ് ഒരാൾക്ക് എനിക്ക് തന്നെ ഒരു സാധനം വെക്കാൻ പറ്റില്ല, മിനിമം എത്ര പാർട്ടീസ് ആണ്, 2 പാർട്ടീസ്. ആൻഡ് എഫക്ട് ഓഫ് ദീസ് ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ് ഇൻ ദ അക്കൗണ്ട്സ്.
ഈ ബിസിനസ് ട്രാൻസാക്ഷൻ എവിടെ റെക്കോർഡ് ചെയ്യണം? നമ്മുടെ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, യെസ്. ഇനി അത് ഞാൻ പറഞ്ഞു, ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ അതിന് എവിഡൻസ് വേണം, തെളിവ് വേണം. വെറുതെ പറയാൻ പറ്റൂല, കാരണം എങ്ങനെ വെച്ചാൽ ഉടായിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. സോ അപ്പൊ അതിന് തെളിവാണ്. അപ്പൊ ആ തെളിവിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോഴ്സ് ഡോക്യുമെന്റ് ആൻഡ് വൗച്ചേഴ്സ്. എന്താണ് സോഴ്സ് ഡോക്യുമെന്റും വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, all business transaction, നോക്കിക്കോ, all business transaction based on documentary evidence. എല്ലാം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. വെറുതെ പറഞ്ഞാൽ പോലെ. ഇപ്പൊ സപ്പോസ് ഒരു പർച്ചേസ്, ഒരു ബിസിനസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്രിഡ്ജ് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു TV പർച്ചേസ് ചെയ്തു, എന്തൊരു ഡോക്യുമെന്റ് നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, അത് നിർബന്ധമാണ്. നമ്മൾ വീട്ടിലത്തെ മേടിക്കണ പോലല്ല, നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അക്കൗണ്ടിങ് ആയിട്ട് കീപ്പ് ചെയ്യണം. എ ക്യാഷ് മെമോ ഷോയിങ് ക്യാഷ് സെയിൽസ്. നമ്മൾ നോക്കണ ഒരു സാധനം മേടിച്ചു, അപ്പൊ നമുക്ക് അവിടുന്ന് ഒരു ബില്ല് ഇട്ടില്ലടാ, അതിനെ പറയുന്നത് ക്യാഷ് മെമ്മോ. ക്യാഷ് കൊടുത്തിട്ട് റെസിപ്റ്റ്, അത് ചിലപ്പോൾ സീലൊക്കെ ചെയ്തിട്ടുണ്ടാവും, ക്യാഷ് റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിനാണ് പറയുന്നത് ക്യാഷ് മെമ്മോ. ആൻഡ് ഇൻവോയ്സ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇൻവോയ്സ് ആയിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ടാവില്ല, പിന്നീട് ക്രെഡിറ്റിനായിരിക്കും മേടിച്ചത്, കടത്തിനായിരിക്കും മേടിച്ചത്. അപ്പൊ നമുക്ക് ആ ക്യാഷ് എന്താ ഇൻവോയ്സ് തന്നിട്ടുണ്ടോ ആ സാധനത്തിന്റെ എത്ര രൂപയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടാറില്ല. ദ റെസിപ്റ്റ്. അപ്പോൾ ക്യാഷ് മെമ്മോ എപ്പോഴും കിട്ടുക? ക്യാഷിന് ഒരു സാധനം മേടിക്കുന്നു. എപ്പോഴും ഇൻവോയ്സ് കിട്ടുക? ക്രെഡിറ്റ്, കടത്തിന് മേടിക്കുന്നു. ഓക്കെ, ദ റെസിപ്റ്റ് മെയ്ഡ് ഔട്ട് ഓഫ് ദ പേ അഗൈൻസ്റ്റ് ക്യാഷ് മെമ്മോ. ഓക്കെ, ഓൾ ദ എക്സാമ്പിൾസ് ഓഫ് സോഴ്സ് ഡോക്യുമെന്റ്. അപ്പൊ ഈ ഡോക്യുമെന്റ് ഒക്കെ ഉണ്ടല്ലോടാ, ഇപ്പൊ ഓരോന്നിനും എവിഡൻസ് അല്ലേ. സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാലും വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. നമ്മൾ എന്തെങ്കിലും ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ തെളിവാണ് എന്ത്? സോഴ്സ് ഡോക്യുമെന്റ്. ഓക്കെ, യെസ്. എന്താണ് ഇനി ഇവിടെ പറയുന്നുണ്ട്? എ ഡോക്യുമെന്റ്. എന്താണ് സോഴ്സ് ഡോക്യുമെന്റ്? വിച്ച് പ്രൊവൈഡ്. അത് പ്രൊവൈഡ് ചെയ്യും. ഒരു ഡോക്യുമെന്റ് ആണ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ വിച്ച് പ്രൊവൈഡ്, അത് പ്രൊവൈഡ് ചെയ്യും. എവിഡൻസ്, തെളിവ്. എന്തിന്? ഓഫ് ട്രാൻസാക്ഷൻസ് ആർ കോൾഡ്. ആ ട്രാൻസാക്ഷന്റെ തെളിവ് തരുന്നതിനെയാണെന്ന് പറയുന്നത് സോഴ്സ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ വൗച്ചർ എന്ന് പറയുന്നത്. സോഴ്സ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ വൗച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ബില്ല്, നമുക്ക് കിട്ടുന്ന ക്യാഷ് മെമ്മോ, റെസിപ്റ്റ്, വൗച്ചർ എല്ലാം എന്തിന് തെളിവാണ്? അതിന് നമ്മൾ സോഴ്സ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ വൗച്ചർ എന്ന് പറയും. ഓക്കെ, യെസ്. പക്ഷെ ചിലതിന് എന്തുണ്ടാവില്ല. നോക്കിക്കോ, സോഴ്സ് ഡോക്യുമെന്റ് ഒക്കെ പറഞ്ഞു. ഇനി ചിലതിന് നോക്കടാ, പ്രൂഫ് ഓഫ് സച്ച് എ പെറ്റി ക്യാഷ് എക്സ്പെൻസ്. സർട്ടൻ ഐറ്റംസ്, ചില ഐറ്റംസ് ഉണ്ട് എന്താണ്, വിച്ച് ഹാവ് നോ ഡോക്യുമെന്റ് പ്രൂഫ്, ഡോക്യുമെന്ററി പ്രൂഫ് ഇല്ലാത്തത്. സപ്പോസ് പെറ്റി ക്യാഷ്, നമ്മളൊരു പെന്ന് പോയി മേടിച്ചു, അല്ലെങ്കിൽ ഒരു പെൻസിൽ പോയി മേടിച്ചു, അതിന് നമുക്ക് ഡോക്യുമെന്റ് ഉണ്ടാവും ഇല്ല. അങ്ങനത്തെ കേസിൽ സച്ച് പെറ്റി ക്യാഷ് എക്സ്പെൻസ്. ഇനി സച്ച് കേസ്, അങ്ങനത്തെ കേസിൽ അങ്ങനത്തെ പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞാൽ അറിയാം. നമുക്കിപ്പോ ഒരു ബിസിനസ്, വലിയൊരു ബിസിനസ് ആണെന്ന് വിചാരിക്കും. ചിലപ്പോൾ അവിടുത്തെ ആ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളെടുത്ത് ചിലപ്പോൾ, അല്ലെങ്കിൽ അക്കൗണ്ടന്റ് അടുത്ത് ഒരു 1000 രൂപ കൊടുത്തിട്ടുണ്ടാവും. ഈ 1000 രൂപ എന്ന് പറയുന്നത് എന്താ, ഒരു ചെറിയ ചെറിയ ആവശ്യങ്ങൾ, പെന്ന്, പെൻസിൽ, റൈസർ, സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കൂലേ, ഓണർ കൊടുക്കും, അല്ലെങ്കിൽ അക്കൗണ്ടിന് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അവർ ഇതിനെ പെറ്റി ക്യാഷ്, ചെറിയ ചെറിയ സില്ലി ഐറ്റംസ്. ഓക്കെ, ക്യാഷ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും വെച്ചിട്ടുണ്ടാവും. നമുക്ക് അർജന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം കൊടുക്കാം, അതിനെ പറയുന്നതാണ് പെറ്റി ക്യാഷ്. ഇതിന് ചിലപ്പോൾ ബില്ല് കിട്ടിക്കോണമെന്നില്ല ഇങ്ങനത്തെ പെറ്റി ക്യാഷ് ഐറ്റംസ്. അങ്ങനത്തെ കേസസിൽ എന്താ ചെയ്യുന്നത്? ഈ സച്ച് കേസ് നെസസറി ദ വൗച്ചേഴ്സ് ഈസ് പ്രിപ്പയർഡ് ഷോയിങ് ദ നെസസറി ഡീറ്റെയിൽസ്. അങ്ങനത്തെ കേസസിൽ നമ്മൾ വൗച്ചർ ഉണ്ടാക്കണം. അപ്പോൾ പെന്ന് 5 രൂപ എത്ര രൂപക്ക് മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇനി എ ട്രാൻസാക്ഷൻ വിത്ത് 1 ഡെബിറ്റ് ആൻഡ് 1 ക്രെഡിറ്റ് ഇസ് എ സിമ്പിൾ ട്രാൻസാക്ഷൻ. ഈസ് നോൺ ആസ് ട്രാൻസാക്ഷൻ വൗച്ചർ. ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടാവും, അതിനാണ് പറയുന്നത് വൗച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് താഴെ. ദ ഫോർമാറ്റ് ഓഫ് ട്രാൻസാക്ഷൻ വൗച്ചർ ഈസ് ആസ് ഫോളോസ്. ഒരു വൗച്ചർ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, യെസ്. എന്തൊക്കെ ഉണ്ടാവും? ഫസ്റ്റ് ട്രാൻസാക്ഷൻ വൗച്ചർ ഇങ്ങനെ ഹെഡിങ് ഉണ്ടാവും, ചിലപ്പോൾ വേറെ പല ഹെഡിങ് ആയിരിക്കും. ഫേം നെയിം, ഏത് ബിസിനസ്. ഫേം നെയിം എന്ന് പറയുന്നത് എന്താ? ഫേം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആ ബിസിനസ് ഓർഗനൈസേഷൻ. ഇപ്പൊ ലുലുമാൾ എന്ന് വെച്ചാൽ ലുലുമാളിന്റെ പേരുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ വേറെ എങ്കിലും നിങ്ങള് ഏതാണോ ഇപ്പോ മൈജിയോ ഏതോ വാട്ടർ പീസ് എവിടുന്നാ മേടിക്കുന്നത് അതിന്റെ പേരുണ്ടാവും മുകളിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ വൗച്ചർ നമ്പർ, നിങ്ങൾ ഇനി ബില്ലോ വൗച്ചർ ഇതൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതിൽ വൗച്ചർ നമ്പർ എന്ന് പറഞ്ഞിട്ട് 18 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നമ്പർ ഉണ്ടാവും, 15 എന്തെങ്കിലുമൊക്കെ ഒരു നമ്പർ കൊടുക്കണം. പിന്നെ അതിനെന്തുണ്ടാവും? ഡേറ്റ് ഉണ്ടാവും. പിന്നെ ഡെബിറ്റ് അക്കൗണ്ട് ഉണ്ടാവും, ക്രെഡിറ്റ് അക്കൗണ്ട് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ വഴി എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഡെബിറ്റ് അക്കൗണ്ട്, ക്രെഡിറ്റ് അക്കൗണ്ട് ഉണ്ടാവും. എമൗണ്ട്, എത്ര എമൗണ്ട് ആണ് ഉണ്ടാവും. നരേഷൻ, ഇത് എന്തിനാണ് മേടിച്ചതുണ്ടാവും. ഓക്കെ, ഓതറൈസ്ഡ് ബൈ, ഇത് മാനേജർ ആണെങ്കിൽ മാനേജർ. പ്രിപ്പയർഡ് ബൈ, ഇത് ആരാണ് ബിൽ സെയിൽസ് ഗേളാണ്, ആരാണ് ഇത് ചെയ്ത് വെച്ചാൽ അത്. ഈ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതിനാണ് നമ്മൾ പറയുന്നത്
ട്രാൻസാക്ഷൻ വൗച്ചർ എന്ന് പറയും. ഓക്കെ, ഇനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുക കാര്യങ്ങളാണെന്ന് പറയാം. ഇത്രയും ഡീറ്റെയിൽസ് ആണ് അവിടെ ഉണ്ടാവുക ഒരു വൗച്ചറിൽ ഉണ്ടാവും. ഇനി എങ്ങനെ പ്രിപ്പറേഷൻ ഓഫ് വൗച്ചർ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ആർ, എന്താ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ റിട്ടൺ ഡോക്യുമെന്റ്, എഴുതിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. കണ്ടെയ്ൻ ദ അനാലിസിസ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഫോർ അക്കൗണ്ടിങ് ആൻഡ് റെക്കോർഡിംഗ് പർപ്പസ്. ബിസിനസ് ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? അക്കൗണ്ടിങ് വൗച്ചേഴ്സ്. ദീസ് ആർ പ്രിപ്പയർഡ് ബൈ അക്കൗണ്ടന്റ്. ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്? അക്കൗണ്ടന്റ് ഉണ്ടാക്കുന്നത്. ആൻഡ് ദ കൗണ്ടർ സൈൻഡ് ബൈ ദ ഓതറൈസ്ഡ് പേഴ്സൺ. ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അക്കൗണ്ടന്റ് ചിലപ്പോൾ ബില്ല് ചെയ്ത് തരും, എന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അത് ഓതറൈസ്ഡ് അത് മാനേജർ ആരെങ്കിലും ഇരിക്കുന്നുണ്ടാവും, അത് കറക്റ്റ് ആണ് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഓതറൈസ് ചെയ്ത്. ഓക്കെ, ചിലപ്പോൾ സൈൻ ഒക്കെ ഇട്ടിട്ട്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ്. ഇനി ഒരു അക്കൗണ്ടിങ് വൗച്ചേഴ്സിന് എന്തൊക്കെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തൊക്കെ പ്രത്യേകതകൾ വേണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ റിട്ടേൺ ഡോക്യുമെന്റ്. അതെന്തായിരിക്കണം? ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആയിരിക്കാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് ഓഫ് ട്രാൻസാക്ഷൻ. ഇത് ട്രാൻസാക്ഷന്റെ ബേസിസിൽ നമ്മൾ ചെയ്തതായിരിക്കണം. ഇറ്റ് കണ്ടെയ്ൻസ് ദ അനാലിസിസ് ഓഫ് ട്രാൻസാക്ഷൻ വിച്ച് അക്കൗണ്ടർ ഡെബിറ്റഡ് ആൻഡ് വിച്ച് ആർ ക്രെഡിറ്റഡ്. എന്താണ് ഡെബിറ്റ് ചെയ്തത്, എന്താണ് ക്രെഡിറ്റ് ചെയ്തത് അതിൽ കാണിക്കണം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ അക്കൗണ്ടന്റ് ആൻഡ് കൗണ്ടർ സൈൻഡ് ബൈ ദ ഓതറൈസ്ഡ് സിഗ്നേച്ചർ. അത് എന്ത് ചെയ്യണം? അത് പ്രിപ്പയർ ചെയ്യുന്ന ആരാ? അക്കൗണ്ടന്റും. അത് ഓതറൈസ് ചെയ്യുന്ന ആരാ? ചിലപ്പോൾ മാനേജർ ആരെങ്കിലും ആയിരിക്കും. ഓക്കെ, ഓക്കെ. ഇനി അക്കൗണ്ടിങ് വെജി ക്ലാസിഫൈഡ് ആസ് പലതായിട്ട് നമ്മൾ ഈ വൗച്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ അക്കൗണ്ടിങ് വൗച്ചേഴ്സിനെ മെയിൻ ആയിട്ടും രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ക്യാഷ് വൗച്ചറും നോൺ ക്യാഷ് വൗച്ചറും. അതിൽ ക്യാഷ് വൗച്ചർ തന്നെ ഡെബിറ്റ് വൗച്ചറും ഉണ്ട്, ക്രെഡിറ്റ് വൗച്ചറും. ഓക്കെ, ഡെബിറ്റ് വൗച്ചർ എന്തിനാ? ഫോർ ക്യാഷ് പേയ്മെന്റ്സിനാണ്. ക്രെഡിറ്റ് വൗച്ചർ എന്ന് ഫോർ ക്യാഷ് റെസിപ്റ്റിനാണ് എന്ത്? ക്രെഡിറ്റ് വൗച്ചർ. ഓക്കെ, യെസ്. ഇനി നോൺ ക്യാഷ് വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസാക്ഷൻ വൗച്ചർ ഫോർ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ്. അപ്പൊ നോക്കിക്കോ, രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്യാഷ് വൗച്ചറും ഒന്ന് നോൺ ക്യാഷ് വൗച്ചറും. ക്യാഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും എപ്പോഴും ക്യാഷ് വൗച്ചർ. ക്യാഷുമായിട്ട് ബന്ധമില്ലാത്ത ട്രാൻസാക്ഷൻസ് അതെന്താന്നൊക്കെ ഞാൻ പറയാം. ഇപ്പൊ എന്താ പറയാ, വഴിയെ പറയാം. സോ അപ്പൊ അങ്ങനത്തെ ക്യാഷുമായിട്ട് റിലേറ്റഡ് ക്യാഷ് വൗച്ചറും ക്യാഷുമായിട്ട് റിലേറ്റഡ് അല്ലാതെ നോൺ ക്യാഷ് വൗച്ചറും. ഈ ക്യാഷ് തന്നെ രണ്ടായിട്ട് പേരുണ്ട്. ഒന്ന് പറയുന്നത് ക്യാഷ് പേയ്മെന്റ്സ്. ക്യാഷ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേയ്മെന്റ്സ് കിട്ടുന്നതിന്, പേയ്മെന്റ്സ് നമുക്ക് കിട്ടൂലേ, അതിന് നമ്മൾ പറയാം ഡെബിറ്റ് വൗച്ചർ എന്ന് പറയാം. ക്യാഷ് പേയ്മെന്റ്സ് നമുക്ക് കൊടുക്കുമ്പോൾ, പേയ്മെന്റ്സ് നമുക്ക് കിട്ടുമ്പോഴല്ല, നമ്മൾ പേയ്മെന്റ്സ് കൊടുക്കുമ്പോൾ അതിനെ എന്ത് പറയും? ഡെബിറ്റ് വൗച്ചർ ആണ്. ക്യാഷ് റെസിപ്റ്റ്, നമ്മൾ ക്യാഷ് റെസിപ്റ്റ് ആണ് ക്രെഡിറ്റ് വൗച്ചർ എന്ന് പറയും. ഇതൊക്കെ താഴെ എക്സാമ്പിളോട് കൂടെ നമ്മൾ പഠിക്കും, അതുകൊണ്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാതെ രണ്ടോട് തന്നെ. ഇനി അതിൽ ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഡെബിറ്റ് വൗച്ചർ. ഫസ്റ്റ് വൺ എന്താണ്? ഡെബിറ്റ് വൗച്ചർ. എന്താ ഡെബിറ്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ? ഡെബിറ്റ് വൗച്ചർ, ഈ വൗച്ചേഴ്സ് ആർ പ്രിപ്പയർഡ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് ക്യാഷ് പേയ്മെന്റ്സ്. ഓൺലി ക്യാഷ് പേയ്മെന്റ് ഇൻ ദ ബിസിനസ് ആർ മെയ്ഡ് അക്കൗണ്ട്. ക്യാഷ് പേയ്മെന്റ്സ് നമ്മൾ പൈസ കൊടുക്കുന്നതിനാണ് പറയുന്നത് ഡെബിറ്റ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. സപ്പോസ് ഒരു എക്സ്പെൻസ് ഉണ്ടായി, നമ്മളിപ്പോൾ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഒരു പ്രിന്റർ മേടിച്ചു, ബിസിനസ്സിലേക്ക് വേണ്ടി ഒരു പ്രിന്റർ മേടിച്ചു. അപ്പൊ അത് നമ്മുടെ ഒരു എക്സ്പെൻസ് അല്ലടാ. അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ മേടിച്ചു, അത് നമ്മുടെ ഒരു എക്സ്പെൻസ് അല്ലേ. അപ്പൊ ആ എക്സ്പെൻസിന് നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ പറയാം ഡെബിറ്റ് വൗച്ചർ എന്ന് പറയാം. അപ്പൊ നമ്മൾ അതിനൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയാം ഡെബിറ്റ് വൗച്ചർ. അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഗുഡ്സ് വാങ്ങിയപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ വൗച്ചർ ഇല്ലേ. വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞില്ലേ, ഏതിന്ന് മേടിച്ചിട്ട് അയാളെ എവിടുന്ന മേടിച്ചേ അതിന്റെ പേരുണ്ടാവും, ആ എമൗണ്ട് ഉണ്ടാവും, എത്ര ക്യാഷ് ആയിട്ട് ക്യാഷ് കൊടുത്തു, എത്ര കൊടുക്കാനുണ്ട്, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് അടക്കിയിരിക്കുന്ന ഡേറ്റ് ഉണ്ടാവും. ഇതൊക്കെ അടക്കിയിരുന്ന ആ ഡോക്യുമെന്റിന് പറയുന്ന പേരാണ് വൗച്ചർ. അപ്പോൾ പർച്ചേസ് ഓഫ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ കിട്ടുന്ന പോലെ ഡെബിറ്റ് വൗച്ചർ എന്നാണ്. കാരണം നമ്മൾ അവിടെ പൈസ കൊടുക്കുമ്പോൾ കിട്ടുന്നതിനെ പറയുന്ന പേരാണ് ഡെബിറ്റ് വൗച്ചർ. ഡെബിറ്റ് വൗച്ചർ നാം ഹെഡിങ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അതിന് അങ്ങനെ നമ്മൾ പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതിന് പറയുന്ന പേരാണ് ഡെബിറ്റ് വൗച്ചർ. പർച്ചേസ് ഓഫ് അസറ്റ് മേടിക്കുക. അസറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളിപ്പോൾ ഒരു മെഷീൻ മേടിക്കുക, അല്ലെങ്കിൽ AC മേടിക്കുക, അങ്ങനത്തെ വലിയ വലിയ ഐറ്റംസ് ഇല്ലേ, നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത്. പേയ്മെന്റ് ക്രെഡിറ്റേഴ്സ്, ചിലപ്പോൾ നമ്മൾ കടം മേടിച്ച ആൾക്കാരുണ്ടാവും, ക്രെഡിറ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്തു, കടത്തിന് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ അപ്പൊ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കൂലേ, അതിനേക്കാളും എന്താ പറയാ ഡെബിറ്റ് വൗച്ചേഴ്സ് എന്ന് പറയാം. റീപേയ്മെന്റ് ഓഫ് ലോൺ തിരിച്ചടക്കൂലേ, ഇതൊക്കെ
ഇതിലൊക്കെ എന്താ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? പേയ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. പേയ്മെന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വൗച്ചർ ആണെന്ത്? ഡെബിറ്റ് വൗച്ചർ. പിന്നെ ഡ്രോയിങ്സ് ആൻഡ് അഡ്വാൻസസ് ഒക്കെ എന്ത് ചെയ്യുക? ആ ഡ്രോയിങ്സ് പറഞ്ഞാൽ അതും എന്താ പേയ്മെന്റ് ആണ്. ഡ്രോയിങ്സ് എന്താന്ന് വഴിയെ പറയാം. ഓക്കെ, ഓണർക്ക് കൊടുക്കുന്ന പേയ്മെന്റ് ആണ് ഡ്രോയിങ്സ്. ഓക്കെ, അതിന്റെയൊക്കെ പേയ്മെന്റ് ഒക്കെ എന്തായിട്ടാണ് വരിക? ഡെബിറ്റ് വൗച്ചർ. ഓക്കെ, ഇൻ ഓൾ ക്യാഷ് വിൻ ആൻ ആസ്പെക്ട് ഓഫ് വെദർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഡെബിറ്റ് വൗച്ചർ ഉണ്ടാവുക? ഫേംസ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ഏത് ബിസിനസ് ഓർഗനൈസേഷനാണ്, എവിടെ നിന്നാണ് സാധനം മേടിക്കുന്നത്, അയാളുടെ പേരുണ്ടാവും. അപ്പോൾ ലുലു മാൾ വെച്ചാൽ ലുലു മാൾ എന്നുണ്ടാവും അവിടെ. പിന്നെ ഡെബിറ്റ് വൗച്ചർ നമ്പർ ഉണ്ടാവും, 118, ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് ഉണ്ടാവും അവിടെ. ഓക്കെ, ഡെബിറ്റ് അക്കൗണ്ട്, ഇവിടെ ഒരു എമൗണ്ട് ഉണ്ടാവും. സപ്പോസ് 1000 എത്ര 1 lakhന് ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ. ഓക്കെ, പിന്നെ നമ്മുടെ ഇവിടെ നമ്പർ ഉണ്ടാവും, അക്കൗണ്ട് നെയിം ഉണ്ടാവും. ഇപ്പോൾ ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, എമൗണ്ട് എത്രയും നരേഷൻ. ഓക്കെ, താഴെ ഒരു എക്സാമ്പിളിലൂടെ നമുക്കതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇല്ലുസ്ട്രേഷൻ വന്ന് നോക്കാം. ഓൺ സെപ്റ്റംബർ 2021-2014 മിസ്റ്റർ മോഹിത് കെമിക്കൽസ് പെയ്ഡ് 40,000 റുപ്യ ഇൻ ക്യാഷ് ആയിട്ട് ആൻഡ് ബാലൻസ് എമൗണ്ട് ഓഫ് 1,60,000 ബാങ്ക് ചെക്ക്. 1,60,000 ബാങ്ക് വഴിയും 40,000 റുപ്യ ക്യാഷ് ആയിട്ട് കൊടുത്ത്. എന്തിന്? ടു HT കെമിക്കൽസ് ലിമിറ്റഡ്. HT കെമിക്കൽ ലിസ്റ്റഡ് ആണ്. ഓക്കെ, അത്രയും രൂപ എന്ത് ചെയ്തു? കൊടുത്തു. അങ്ങനെ വെച്ചാൽ പ്രിപ്പയർഡ് ഡെബിറ്റ് വൗച്ചർ. അപ്പോൾ അത് പേയ്മെന്റ് അല്ലേ? പേയ്മെന്റ് ആകുമ്പോൾ എന്താ ക്രിയേറ്റ് ചെയ്യുക? ഡെബിറ്റ് വൗച്ചർ. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇവിടെ ബിസിനസിന്റെ പേരെന്താ? മോഹിത് കെമിക്കൽസ്. ഹെഡിങ് കൊടുത്തു. ഇതെന്താ? ഡെബിറ്റ് വൗച്ചറാണ്. അതായത് നമ്മൾ പേയ്മെന്റിന് കൊടുത്തപ്പോൾ കിട്ടിയ വൗച്ചറാണ്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 21 സെപ്റ്റംബർ 2014. വൗച്ചർ നമ്പർ എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോന്ന്. നമ്മൾ കുറേ പേര് 1, 2, 3, 4. അപ്പോൾ നമ്മൾ ഓരോന്നിനും 1, 2, 3 അങ്ങനെ കൊടുത്തിട്ട് ഓരോ വൗച്ചറിന് ഓരോ നമ്പർ ഉണ്ടാവും. ഓക്കെ, ഡെബിറ്റ് അക്കൗണ്ട്. ഇവിടെ ആരാ ഡെബിറ്റ് ഉണ്ട്? HT കെമിക്കൽസ്. ഡെബിറ്റ് നോട്ടിനാണ് ഡെബിറ്റ് എന്തുണ്ടാവുക? ഡെബിറ്റ് അക്കൗണ്ട് ഉണ്ടാവുക. അപ്പൊ ആർക്കാണോ പേയ്മെന്റ് കൊടുക്കുന്നത് അയാൾ ഡെബിറ്റ് ചെയ്യണം. മനസ്സിലായോ? എമൗണ്ട് എത്ര? 2 ലക്ഷം. ഈ ക്രെഡിറ്റ് അക്കൗണ്ട്സ്, ഇത് ആരെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഈ ക്രെഡിറ്റും ഡെബിറ്റും എന്നാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, വഴിയെ പറയാം. ഇനി നോക്കണം, അക്കൗണ്ട് ക്യാഷും ബാങ്കും ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം. എത്ര? 40,000, 1,60,000. അതായത് 40,000 ക്യാഷ് ആയിട്ട് കൊടുത്തത്, 1,60,000 ബാങ്ക്. ഇവിടെ നരേഷൻ കൊടുത്തിട്ടുണ്ട്. നരേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? എക്സ്പ്ലനേഷൻ. എങ്ങനെയാണ് ഈ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ നടന്നത്. ഓക്കെ, അതിനെ പറ്റി നരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലനേഷൻ. നരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലനേഷൻ. സോ അപ്പോൾ ബാങ്ക് ക്യാഷ് ഉണ്ട്. ഇവിടെ അക്കൗണ്ട് നെയിം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രിപ്പയർഡ് ബൈ, ഇവിടെ പ്രിപ്പയർ ചെയ്ത ആരാ? മാനേജർ ആണെങ്കിൽ ഇവിടെ വേണമെങ്കിൽ മാനേജറിന് കൊടുക്കാം. ചിലപ്പോൾ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ടോ? ഓതറൈസ്ഡ് ബൈ അല്ല, ഇവിടെ അക്കൗണ്ടന്റ് ആയിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അക്കൗണ്ടന്റ് ഇവിടെയോ ഓതറൈസ്ഡ് ബൈ മാനേജറിനോ സെയിൽസ് മാനേജറിനോ അങ്ങനെ എന്തെങ്കിലും ഇതിനുണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിന്റെ പേര്. ഇനി ഇവിടെ ഡെബിറ്റ് ചെയ്തതും ക്രെഡിറ്റ് ചെയ്തതും എന്താണെന്ന് നമ്മൾ പറയാം. എപ്പോഴാണ് ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അല്ല ഞാൻ ഇപ്പൊ തന്നെ വേണമെങ്കിൽ അതിലോട്ട് പോകാം, പക്ഷെ കുറച്ചുകൂടി വൗച്ചേഴ്സ് ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇതിലോട്ട് കിടക്കാം. ഓക്കെ, ഈ ഡെബിറ്റ് ചെയ്യേണ്ടതും ക്രെഡിറ്റ് ചെയ്യേണ്ടതും ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ, ശ്രമിച്ചിരിക്കും. സോ ക്രെഡിറ്റ് വൗച്ചേഴ്സ്, അടുത്ത ടൈപ്പ് ഓഫ് ഇതാണ് എന്ത്? ക്രെഡിറ്റ് വൗച്ചേഴ്സ്. നമ്മൾ പറഞ്ഞു പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് മേടിക്കും? ഡെബിറ്റ് വൗച്ചേഴ്സ് ചെയ്യും. ഇനി എപ്പോഴാണ് ക്രെഡിറ്റ് വൗച്ചേഴ്സ്? പ്രിപ്പയർഡ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് ക്യാഷ് റെസീപ്റ്റ്. ക്യാഷ് റെസീപ്റ്റ് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുക? ക്രെഡിറ്റ് വൗച്ചേഴ്സ് ചെയ്യുക. ഓക്കെ, ക്യാഷ് റെസീപ്റ്റ് വിത്ത് ആക്സെപ്റ്റഡ്. ഒന്ന്, ക്യാഷ് സെയിൽസ് ഓഫ് ഗുഡ്സ്. സെയിൽ, ഒരു ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു സർവീസ് കൊടുക്കുമ്പോൾ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ പൈസ ഇങ്ങോട്ട് കിട്ടില്ല, അപ്പോഴാണ് നമ്മൾ ക്രെഡിറ്റ് വൗച്ചേഴ്സ് ചെയ്യുക. ക്യാഷ് സെയിൽസ് ഓഫ് അസറ്റ്. അസറ്റ് ഉണ്ടായിരുന്നു, അസറ്റ് ഇപ്പോൾ ഒരു വണ്ടി ഉണ്ടായിരുന്നു, കാർ ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ തൂക്കിയിട്ടു, അപ്പോൾ അതിന് നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടില്ലേ, ഉണ്ടാവും. സെയിൽസ് ഓഫ് ക്യാഷ് സെയിൽസ് ഓഫ് അസറ്റ്. പിന്നെ റവന്യൂ ഇൻകം ലൈക്ക് ഇൻട്രസ്റ്റ്, നമുക്ക് ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും, അതും നമ്മൾ എന്താ? റെസീപ്റ്റ്. റെന്റ്, ചിലപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് ഒക്കെ നമ്മുടെ ബിസിനസിന്റെ പേര് തുടങ്ങിയിട്ടുണ്ടാവും, അങ്ങനെ വെച്ചാൽ അതിന് കിട്ടുന്ന റെന്റ്. ഓക്കെ, റിസീവ്ഡ് ഇൻ ക്യാഷ്. ക്യാഷ് ആയിട്ട് കിട്ടണോ? ക്യാഷ് ആയിട്ട് കിട്ടില്ലെങ്കിൽ കൂട്ടില്ല. ക്യാഷ് റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കടത്തിന് കുറേ പൈസ കൊടുത്തിട്ടുണ്ടാവും ആൾക്കാർക്ക്. സാധനങ്ങളൊക്കെ കടത്തിന് മേടിച്ചു പോയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു സ്റ്റേഷനറി കടയാണെന്നുണ്ടെങ്കിൽ നമ്മളേക്ക് കടത്തിന് കുറേ ആൾക്കാർ സാധനം മേടിച്ചിട്ടുണ്ടാവും. അങ്ങനെ വെച്ചാൽ അതിന് പറയുന്ന പേരാണ് ക്യാഷ് റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്. അവർ ക്യാഷ് തന്നാലും. ലോൺ ടേക്കാണ്, ലോൺ എടുത്തുക്കണമെങ്കിൽ ലോൺ കിട്ടുമ്പോൾ നമുക്ക് കുറേ ക്യാഷ് വരില്ലേ, ക്യാഷ്. റെസിപ്റ്റ് ആണ് സ്വീകരിക്കുക, ക്യാഷ് സ്വീകരിക്കുക ഒക്കെ എന്ത് പറയും? ക്രെഡിറ്റ് വൗച്ചർ എന്ന് പറയും.
ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത് അത്. റെസിപ്റ്റ് ഓഫ് അഡ്വാൻസസ്. അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ ലോൺ. അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ ലോൺ എടുക്കുമ്പോൾ നമ്മളത് എന്ത് പറയും റെസിപ്റ്റ് ഓഫ് അഡ്വാൻസസ്. അതൊക്കെ എന്തിനാണ്? ക്രെഡിറ്റ് വെച്ചുകൊണ്ട് എന്താക്കാം? നേരത്തെ അതേ സെയിം തന്നെ. ഫേം നെയിം ഏതാണ്? ബിസിനസ്. ബിസിനസ് നെയിം. നേരത്തെ എന്തായിരുന്നു? ഡെബിറ്റ് നോട്ട് വൗച്ചറിനായിരുന്നു. ഇവിടെ എന്താണ്? ക്രെഡിറ്റ് വൗച്ചറിനാണ്. ഡേറ്റ് ഉണ്ട് അവിടുത്തെ പോലെ തന്നെ, വൗച്ചർ നമ്പർ ഉണ്ട് അതേപോലെ തന്നെ. ഡെബിറ്റ് അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് അക്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, നേരത്തെ വൗച്ചറിലുള്ള പോലെ തന്നെ, ഡെബിറ്റ് വൗച്ചറിലുള്ള പോലെ തന്നെ. ഫോർ എക്സാമ്പിൾ 25,000 rupees 25,000 of office furniture is purchased from the modern furniture on July 4th July 2014. 2014 എന്ത് ചെയ്തു? ഫർണിച്ചർ മേടിച്ചു. ഓക്കെ, ആൻഡ് 50,000 ആർ പെയ്ഡ് ബൈ ക്യാഷ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് 10,000 സ്റ്റിൽ പേയബിൾ. 15,000 റുപ്യ എന്ത് ചെയ്തു? അതിന്റെ പൈസ കൊടുത്തു. 25,000 റുപ്യാണ് ആ ഫർണിച്ചറിന് വരുന്നത്. അതിൽ 15,000 റുപ്യ എന്ത് ചെയ്തു? ക്യാഷ് ആയിട്ട് കൊടുത്തു. 15,000 റുപ്യ ഇനി ഇപ്പോഴും കൊടുക്കണം. പ്രിപ്പയർ ദ ക്രെഡിറ്റ് വൗച്ചർ. നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് വൗച്ചർ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നോക്കിക്കോ, ക്രെഡിറ്റ് വൗച്ചറിന് ഹെഡിങ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ആരൊക്കെ മേടിക്കുന്നത്? മോഡേൺ ഫർണിച്ചർ ആണ്. വൗച്ചർ നമ്മൾ ജസ്റ്റ് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഡെബിറ്റ് അക്കൗണ്ട് എന്നാ അവിടെ ഫർണിച്ചർ ആണ് ഡെബിറ്റ് അക്കൗണ്ട്. ഓക്കെ, അത് എപ്പോഴാണ് ഡെബിറ്റ് അക്കൗണ്ട്? അസെറ്റ് ആവുമ്പോൾ അസെറ്റ് വരുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എമൗണ്ട് 25,000 ആണ്. അതിൽ ക്യാഷ് ആയിട്ട് എത്ര കൊടുത്തു? 15,000 കൊടുത്തു. പർച്ചേസ് ഓഫ് എൻ്റെ നരേഷൻ കൊടുത്തിട്ടുണ്ട്, എക്സ്പ്ലനേഷൻ. പർച്ചേസ് ഓഫ് ഓഫീസ് ഫർണിച്ചർ ഫ്രം മോഡേൺ 15,000 ഉണ്ട്. എത്ര? ക്യാഷ് പെയ്ഡ്. ദ ലയബിലിറ്റീസ് ക്രിയേറ്റഡ് ആസ് പെർ ഇത് അത്രയും എന്താണ്? 15,000 റുപ്യ കൊടുക്കാനാണ്. ഓതറൈസ്ഡ് ബൈ. ഇതിനാണെന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് വൗച്ചേഴ്സ്. ക്രെഡിറ്റ് വൗച്ചേഴ്സ് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്? റെസിപ്റ്റ് ഓഫ് ക്യാഷ്. ക്യാഷ് ഇങ്ങോട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ ക്രെഡിറ്റ് വൗച്ചർ. അതിനാണ് നമ്മൾ ക്രെഡിറ്റ് വൗച്ചർ. രണ്ടിൻ്റെയും ഫോമൊക്കെ എന്താണ്? ഏകദേശം സെയിം ആണ്. ഏതിൻ്റെ? ഡെബിറ്റ് വൗച്ചറിൻ്റെയും ക്രെഡിറ്റ് വൗച്ചർ. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കണം. ശരിക്കും നമ്മളൊരു സാധനം മേടിക്കാന്ന് വിചാരിക്കും. അങ്ങനെ വെച്ചാൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കൂലേ? അപ്പൊ അത് നമ്മുടെ ഡെബിറ്റ് വൗച്ചറാണ്. പക്ഷെ അതാ തരുന്ന ആൾക്കാരുടെ എന്താ? ക്രെഡിറ്റ് വൗച്ചറാണ്. മനസ്സിലായോ? ഇനി അടുത്താണ് എന്ത്? ട്രാൻസ്ഫർ വൗച്ചർ. ഇതൊന്നുകൂടെ മനസ്സിലാക്കണം. ട്രാൻസ്ഫർ വൗച്ചർ എന്താണ്? ട്രാൻസ്ഫർ വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ട്രാൻസ്ഫർ വൗച്ചർ എന്താ? വിത്ത് ദ എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ദ റോൾ ഓഫ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ ഫാസ്റ്റ് ബേസ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ കടത്തിന് മേടിക്കുകയും കടത്തിന് വിൽക്കുന്നതിന് പറയുന്ന പേരാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ അക്കൗണ്ട് റീസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അവിടെ ക്യാഷ് ഉണ്ടോ? ഇല്ല, ക്യാഷ് ഇല്ല. അപ്പൊ അങ്ങനത്തെ ക്യാഷ് ഉള്ളതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നതിനാണെങ്കിൽ ഡെബിറ്റ് വൗച്ചർ എന്നും, ക്യാഷ് ഇങ്ങോട്ട് തിരിച്ച് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് വൗച്ചർ എന്ന് പറയും. രണ്ടിന്റെയും ഫോം ഒക്കെ എന്താ? സെയിം ആണ്. പിന്നെ ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം ഞാൻ വഴി ഉപയോഗിച്ചു. എല്ലാത്തിന്റെയും ഫോം സെയിം ആണ്. ഇത്ര എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ. പിന്നെ നറേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ. ഇത്രയും പഠിച്ചത്. സോ ഈ ട്രാൻസ്ഫർ വൗച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി പൈസ കൊടുക്കുന്നില്ല. പക്ഷെ കടത്തിനാണ് നമ്മൾ മേടിച്ചത്. അവിടെ ക്യാഷിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ? ഇല്ല, ക്യാഷ് കൊടുക്കുന്നില്ല. പേയ്മെന്റ് നടക്കുന്നില്ല, റെസിപ്റ്റ് നടക്കുന്നു. പക്ഷെ അവിടെ ഒരു ട്രാൻസ്ഫർ ഉണ്ട്. നമ്മൾ ലയബിലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 1,00,000 ഒരാളെ ഒരു കാർ മേടിച്ചാൽ നമ്മൾ അപ്പൊ ക്യാഷ് കൊടുക്കുമ്പോൾ അവർ കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ ആ ഒരു ബാധ്യത നമുക്ക് ക്രിയേറ്റ് ആവണില്ലേ? എന്നാ പറയാ? ലയബിലിറ്റി ടേം നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, യെസ്. അപ്പൊ നോക്കട്ടെ, ഇതെന്ന് പറയുന്നതിനെ പറയാനുണ്ടോ? ഫോർ അക്കോർഡിംഗ് ടു ദിസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇങ്ങനെ കടത്തിനൊക്കെ മേടിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? നോൺ ആസ് ട്രാൻസ്ഫർ വൗച്ചർ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല ഡോക്യുമെന്റ്സും ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസ്ഫർ വൗച്ചേഴ്സ്. These transfer vouchers are prepared by the to record the non-cash transaction of the business involved. ബിസിനസ്സിലുള്ള ക്യാഷ് ഇൻവോൾവ് ആകാത്ത, ആ ക്യാഷ് ഇൻവോൾവ് ആകാത്ത ട്രാൻസാക്ഷൻ എന്താ പറയാ? നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ. അങ്ങനത്തത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഫസ്റ്റ് സപ്പോസ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ കടത്തിന് നമ്മൾ സാധനം മേടിക്കും. ഇവിടെ ക്യാഷ് ഉണ്ടോ? ഇല്ല, ക്യാഷ് ഇല്ലെങ്കിൽ കൂടെ നമ്മൾ അത് ഒരു ഇൻവോയ്സ് ഒക്കെ തരും. ഒരു ഇൻവോയ്സ് തരൂലേ? അതിനെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് പർച്ചേസിങ്. അപ്പൊ അതെന്ന് പറയാൻ അതൊരു ട്രാൻസ്ഫർ വൗച്ചറാണ്. ഇനി അടുത്താണ് ക്രെഡിറ്റ് സെയിൽസ്. എന്താ? നമ്മൾ കടത്തിന് വിൽക്കുക. അപ്പോൾ നമ്മളൊരു ബില്ല് അവർക്ക് കൊടുക്കൂലേ? ആ ബില്ലിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫർ വൗച്ചർ. റിട്ടേൺ ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മൾ വിറ്റു, ആ സാധനം റിട്ടേൺ വന്നു. അവിടെ ഒന്നും ക്യാഷ് ഇല്ല കേട്ടോ. അപ്പോൾ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയും ആ ഉണ്ടാക്കുന്ന ഡോക്യുമെന്റിന്റെ ഒക്കെ നമ്മൾ എന്താ പറയുക? ട്രാൻസ്ഫർ വൗച്ചർ. ഓക്കെ,
റിട്ടേൺ ഓഫ് പർച്ചേസ് ഓൺ ക്രെഡിറ്റ്, കടത്തിന് മേടിച്ചതിന്റെ റിട്ടേൺ, കടത്തിന് മേടിച്ചായിരുന്നു തിരിച്ചു വന്നു, കടത്തിന് നമ്മൾ തിരിച്ചു കൊടുത്തു, പർച്ചേസ് ചെയ്തായിരുന്നു തിരിച്ചു കൊടുത്തു, അത് തിരിച്ചയച്ചു നമ്മൾ ഗുഡ്സ്, നമുക്ക് പറ്റൂല പറഞ്ഞത്, അതായത് ക്രെഡിറ്റ് മേടിച്ചായിരുന്നു കടത്തിന്, അപ്പൊ അതിന് നമ്മൾ ഡോക്യുമെന്റ് കൊടുക്കും, റിട്ടേൺ ചെയ്യുമ്പോൾ അതിന്റെ ബില്ല് കൊടുത്തിട്ടുണ്ട്, എത്ര റുപ്യേന്റെ സാധനം റിട്ടേൺ ചെയ്തു പറഞ്ഞിട്ട്, അപ്പൊ അതെന്താ ട്രാൻസ്ഫർ വെച്ചാൽ ഡെപ്രീസിയേഷൻ ആണ് അസറ്റിന്റെ ഡെപ്രീസിയേഷൻ. സപ്പോസ് ഒരു കാർ മേടിച്ചു ഒരു കൊല്ലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അതിന്റെ വാല്യൂ കുറയും, അതിന് നമ്മൾ എന്ത് പറയാ ഡിപ്രീസിയേഷൻ പറയാം. ആ ഡിപ്രീസിയേഷന് ആക്ച്വലി അവിടെ ഡിപ്രീസിയേഷൻ ഉണ്ടോടാ, നമ്മളേക്ക് പൈസ ചെലവുണ്ടോ, പൈസ ചെലവൊന്നും നമുക്കില്ല, പക്ഷെ ഡിപ്രീസിയേഷൻ നമ്മൾ കാണിക്കണം അക്കൗണ്ടിൽ. അപ്പൊ അതിനുണ്ടാക്കുന്ന അക്കൗണ്ട് ഉണ്ടല്ലോ, അവിടെ ഉണ്ടോ ക്യാഷ് ഒന്നുമില്ല, അപ്പൊ അതിനുണ്ടാക്കുന്ന വോച്ചർ ഉണ്ടല്ലോ, അതാണ് ട്രാൻസ്ഫർ വോച്ചർ. ബാഡ് അപ്റ്റ് പറഞ്ഞു, ഒന്നും കിട്ടാനുള്ള പൈസ കിട്ടാതിരിക്കും, അതിനാണ് ബാഡ് അപ്റ്റ്. ഇതിനൊക്കെ ഉണ്ടാക്കുന്ന വോച്ചേഴ്സ് ഡോക്യുമെന്റ്സ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ട്രാൻസ്ഫർ വോച്ചർ. ട്രാൻസ്ഫർ വോച്ചർ നോക്കണം, ഫേം നെയിം, ട്രാൻസ്ഫർ വോച്ചർ, ഡേറ്റ്, വോച്ചർ നമ്പർ, എമൗണ്ട്. ഓക്കെ, ഡെബിറ്റ് അക്കൗണ്ട് താഴെ ക്രെഡിറ്റ് അക്കൗണ്ട്. എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്യേണ്ടത് നമ്മൾ പറയാം. ഓക്കെ, എപ്പോഴാണ് ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്യേണ്ടത് വഴിയെ പറയും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എല്ലാത്തിലും ഡെബിറ്റ് അക്കൗണ്ട് ഉണ്ടാവും ക്രെഡിറ്റ് അക്കൗണ്ട്. നമ്മൾ ഡുവൽ കൺസെപ്റ്റ് പഠിച്ചില്ലേ, ആ കൺസെപ്റ്റിന്റെ ബേസിസിലാണ് അത് നിൽക്കുന്നത്. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ 3 നോക്കാം. സ്റ്റേഷനറി മാർട്ട് ഫർണിഷ് ദ ഫോളോയിങ്. ഏപ്രിൽ ഓപ്പൺ ക്യാഷ് ബാലൻസ്, ഇത് നമ്മുടെ ഇതിന്റെ ബേസിസിലാണ് നോക്കട്ടെ. യെസ്, ഓക്കെ നോക്കടാ, നോക്കടാ എവിടെ ഇല്ലുസ്ട്രേഷൻ. സ്റ്റേഷനറി മാർട്ട് എന്ന് പറയുന്നത് താഴെ വരുന്ന ട്രാൻസാക്ഷൻ ഒക്കെ നടന്നു. എന്താണ് ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് ഓപ്പണിംഗ് എത്ര ഉണ്ടായിരുന്നു, 13,000 റുപ്യ ഉണ്ടായിരുന്നു ബിസിനസ്സിന്, ബാങ്ക് 5,000 ഉണ്ട്, ഫർണിച്ചർ 22,000 ഉണ്ട്, ലാൻഡ് ബിൽഡിംഗ് 1,22,000 ഉണ്ട്. ട്രേഡ് ഡെപ്റ്റേഴ്സ് എത്ര ഉണ്ട്, ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളത്, പുനീത് എന്ന് പറഞ്ഞ ആള് 16,000, മോഹന് 14,000 തരാനുണ്ട്. സെക്യൂർഡ് ബാങ്ക് ലോൺ എത്ര എടുത്തിട്ടുണ്ട്, 70,000. ക്രെഡിറ്റേഴ്സ് അതായത് നമ്മൾ കൊടുക്കാനുള്ള പൈസ എത്ര, ഗോപിക്ക് 18,000 കൊടുക്കാനുണ്ട്, സുമിതിന് 24,000, വിപിന് 8,000 കൊടുക്കാനുണ്ട്. പ്രിപ്പയർഡ് ട്രാൻസ്ഫർ വെച്ച് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നോക്കിയത് ഉണ്ടോ, ഇവിടെ ക്യാഷ് ഉണ്ടോ, ഇവിടെ ക്യാഷ്, ബാങ്ക്, ഫർണിച്ചർ, ബിൽഡിങ്, ട്രേഡ് ഡെപ്റ്റേഴ്സ്, ഇത്രയും എന്താണ് ഡെബിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെ ഡെബിറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം, ഇതിപ്പോ നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ ഇത്രയും അക്കൗണ്ട് ഒക്കെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ക്രെഡിറ്റും ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഇവിടെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് ട്രാൻസാക്ഷൻ ഡെബിറ്റ്, അതിന്റെ എമൗണ്ട് നാരേഷൻ. ഓപ്പണിംഗ് ബാലൻസ് മാത്രം എഴുതിയാൽ മതി. ഓപ്പണിംഗ് ബാലൻസ് ആണ് എന്താ, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഓപ്പണിംഗിലുള്ള ബാലൻസ്, അത് തുടക്കത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, അത് മുതൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അതിനറിയുന്ന ഓപ്പണിംഗ് ബാലൻസ്, ഓപ്പണിംഗ് ചെയ്യുന്നത് നമ്മൾ എന്നാണ് അക്കൗണ്ടിങ് തുടങ്ങുന്നത്. അപ്പൊ സപ്പോസ് കുറെ കാലം നമ്മൾ അക്കൗണ്ടിങ് ഒന്നും ചെയ്തില്ല, ഒറ്റടിക്ക് എന്ത് ചെയ്യണം, അക്കൗണ്ടിങ് തുടങ്ങണം. അപ്പൊ അന്നുള്ള ക്യാഷ് ഉണ്ടാവില്ല, അന്ന് അവിടെ ഒരു ക്യാഷ് എന്തായാലും ഉണ്ടാവില്ലേ, ആ ക്യാഷ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അന്നത്തെ ബാങ്ക് ബാലൻസ് ഉണ്ടാവില്ലേ, അത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ്. ഓക്കെ, അന്നത്തെ ഫർണിച്ചർ ഉണ്ടാവില്ലേ, നമ്മൾ ഓപ്പണിംഗ് ബാലൻസ്. എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവർ ഇന്ന് മുതലാണ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ അതിൻ്റെ പറയും. പിന്നെ നോക്കണ, ഇവിടെ സെക്യൂർഡ് ബാങ്ക് ലോൺ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സിനൊക്കെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഒക്കെ ഓപ്പണിംഗ് ബാലൻസ് ആണ് കൊടുത്തുള്ളത്, ഓതറൈസ്ഡ് ബൈ, പ്രിപ്പയർഡ് ബൈ. ഇതാണ് എന്ത് ട്രാൻസ്ഫർ വോച്ചർ. ഇതിന് വോച്ചർ നമ്പർ ഉണ്ട്, എമൗണ്ട് ഉണ്ട്, ഡെബിറ്റ് അക്കൗണ്ട്, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു എന്ന് നമ്മൾ വഴിയെ പറയും. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നോക്കട്ടെ, താഴെ ഒരു ഇതൊക്കെ നോൺ ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻടു ബിസിനസ് ആൻഡ് നോൺ ബിസിനസ്. മാനാവ് കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ് 2 lakh. അതെന്താ ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ഹി ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ബാങ്ക്, ബാങ്കുമായിട്ട് റിപ്പയർ എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ. പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്താ ബിസിനസ് ട്രാൻസാക്ഷൻ. ഹി ടുക്ക് ഔട്ട് ക്യാഷ് ഫ്രം ദ ഷോപ്പ് ആൻഡ് ഹാൻഡ് ഓവർ ടു ഹിസ് വൈഫ് ഫോർ പർച്ചേസിങ് ഹൗസ് ഹോൾഡ് ഗുഡ്സ് 3,000. എന്നിട്ട് പുള്ളിക്കാരത്തിന്റെ വൈഫിന് എന്ത് ചെയ്തു, 3,000 റുപ്യ എടുത്തിട്ട് കൊടുത്തു. ഇത് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല, താഴെ തന്നിരിക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല എന്ന് ചോദിച്ചത്. ഹി അറ്റൻഡ് ഫാമിലി ഫംഗ്ഷൻ ആൻഡ് ഗോട്ട് ഗിഫ്റ്റ് 1,500. ഒരു ഫാമിലി ഫംഗ്ഷനിൽ പങ്കെടുത്തു, 1,500 രൂപയുടെ ഗിഫ്റ്റ് കിട്ടി. ഇത് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല. ഹി പെയ്ഡ് മെന്റലി സാലറി ഓഫ് ഹിസ് എംപ്ലോയീസിന്റെ സാലറി 3,000 രൂപ കൊടുത്തു, ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ അടുത്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. സോ ദാറ്റ് അടുത്തെന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് എന്താണ് വോച്ചേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വോച്ചേഴ്സ്, ഓരോന്നിന്റെ പ്രത്യേകത, എപ്പോഴാണ് നമ്മൾ ഇതിലൊരു പെൻഡിങ് ഉണ്ട്, എപ്പോഴാണ് ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഒരു ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ വഴിയെ പറയും. എന്നിട്ട് ഞാൻ ഇത് ഒന്നുകൂടെ പറഞ്ഞു തരും. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഏരിയ ആണ്
അക്കൗണ്ടിങ് ഇക്വേഷൻ. ഓക്കെ, യെസ്. അപ്പോൾ അടുത്തത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ.